നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് ഇടവമാസം 28 അതായത് 11/6/2025 പൗർണമി തിഥിയും ബുധനാഴ്ചയും അതുപോലെ തന്നെ സിംഹക്കരണവും സാധ്യ നിത്യയോഗവും വരുന്ന ഈ ദിവസം ശകവർഷപ്രകാരം 1947 ജ്യേഷ്ഠമാസം 21 ഉത്തരായന കാലം ഗ്രീഷ്മ ഋതുവില് സൂര്യോദയം വരുന്നത് 5:46 AM സൂര്യാസ്തമനം വരുന്നത് 6:31 PM രാഹുകാലം 12:08 PM മുതൽ 1:44 PM വരെയും ഗുളികകാലം 10:32 AM മുതൽ 12:08 PM വരെയും യമകണ്ഠകാലം 7:21 AM മുതൽ 8:57 AM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:44 AM മുതൽ 12:06 PM വരെയും 12:10 PM മുതൽ 12:32 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം മേടക്കൂറുകാർക്ക് ഈ ദിവസം വളരെ പ്രാധാന്യമുള്ള പൂർണിമ, വടപൂർണിമ എന്ന് പറയുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു പൗർണമിയാണ്. എല്ലാവരും, അതും പ്രത്യേകിച്ചും ബുധനാഴ്ചയാണ്, ബുധന്റെ ക്ഷേത്രത്തിലാണ് ഇപ്പൊ വ്യാഴം നിൽക്കുന്നത്. ദൈവാധീനം വർദ്ധിക്കുന്ന ദിവസമാണ്. തൃക്കേട്ട നക്ഷത്രമായതുകൊണ്ട് ചന്ദ്രൻ അതിൻ്റെ നീചരാശിയായ വൃശ്ചിക രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് വൃശ്ചിക രാശിക്കാര് ഈ ദിവസം പൂർണിമയിൽ വ്രതമെടുക്കുകയും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്ക് വന്നു ചേരും. ചന്ദ്രദശ കാലത്ത് അനുഭവിക്കുന്നവർക്കും ചന്ദ്രന്റെ അപഹാരമുള്ളവർക്കും ചന്ദ്രൻ രാശിയുടെ 3, 6, 8, 12 നിൽക്കുന്നവർക്കും ഈ പൗർണമി വ്രതം വളരെ അനുഗ്രഹമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും ദീർഘസുമംഗലിയായിരിക്കാൻ, ഈ ജന്മത്തിലെ ഭർത്താവിനെ തന്നെ അടുത്ത 7 ജന്മങ്ങളിലും ഭർത്താവായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ പൗർണമിയിൽ പൂജകൾ ചെയ്യുന്നത് ഉത്തരേന്ത്യയിലെ ഒരു സംസ്കാരമാണ്. തീർച്ചയായിട്ടും ഈ ദിവസം ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്ന് പറയുന്നത്, സർവമംഗളമാംഗല്യേ എന്ന് ആ ശ്ലോകം ചൊല്ലുന്നത്, ദുർഗാ സപ്തശതി പാരായണം ചെയ്യുന്നത്, വ്രതമെടുത്ത് അമ്മയെ പൂജിക്കുന്നതൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകും. ഇനി ഈ ദിവസത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. ഈ ദിവസം 27 നക്ഷത്രക്കാര്, അതായത് ഏത് രാശിക്കാരും ദുർഗാ സപ്തശതി പാരായണം ചെയ്യുന്നത്, ദേവി മഹാത്മ്യത്തിലെ 5ഉം 11ഉം അധ്യായം പാരായണം ചെയ്യുന്നത്, ത്രിശതി പാരായണം ചെയ്യുന്നത്, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതൊക്കെ വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്നതാണ്. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ഈ പുണ്യ ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ദിവസഫലത്തിലേക്ക് കടക്കുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം വീണ്ടെടുക്കും. ശത്രുക്കളുടെ മേൽ വിജയം നേടുന്നതിനുള്ള സമയമാണ്. സാമ്പത്തിക മാന്യതയ്ക്ക് പരിഹാരമാകും. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കും. വ്യവഹാരങ്ങൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് മാറ്റുന്നതിനായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. തൊഴിൽ സ്ഥലത്ത് അപകടങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം ഒരു പ്രാർത്ഥനയോടെയും കരുതലോടെയും ജോലി ചെയ്യുന്നത് നന്നായിരിക്കും. തർക്കഭൂമി കൈവശം വരാനുള്ള സാധ്യതയുണ്ട്. 1-2 വട്ടം ആലോചനയ്ക്ക് ശേഷം മാത്രം രജിസ്ട്രേഷൻ നടത്തുക. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. ഏത് ഉദ്യമങ്ങളിലും വിജയസാധ്യത ഉറപ്പാണ്. എതിരാളികളെ നിർഭയം നേരിടുവാനുള്ള ഒരു ചങ്കൂറ്റം വന്നു ചേരും. മതപരമായ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. കച്ചവടക്കാർക്ക് ആദായ വർധനവ്, ഉയർച്ച, സന്തോഷം ഇവയൊക്കെ വന്നു ചേരും. പിന്നെ ആരോഗ്യം തൃപ്തികരമാണ്. കഴിയുന്നതും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിന് സഹായകമാകും. വരാഹിയമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. രാശിനാഥനായ ഗണപതി ഭഗവാനെയും ഭദ്രകാളി അമ്മയും പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും.
ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം തൃപ്തികരമായിരിക്കും. പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് സാധ്യത തെളിഞ്ഞു വരുന്നു. ജോലിയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. പലതരത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും. പിതൃക്കൾക്കോ അല്ലെങ്കിൽ പിതൃതുല്യരായവർക്കോ അപകട സാധ്യതയുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ശിവഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നതും അപകടങ്ങളും ദുരിതങ്ങളും ഒഴിവാക്കുന്നതിന് സഹായകമാകും. സ്വജന വിരഹത്താലൊക്കെ ദുഃഖം അനുഭവിക്കാനുള്ള യോഗം കിടപ്പുണ്ട്. നന്നായി പ്രാർത്ഥിക്കുക. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതൊക്കെ നന്നായിരിക്കും. കർമ്മരംഗം ആയാസപൂർണമാകും. വ്യാപാരികൾക്ക് കച്ചവടത്തിൽ അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. നഷ്ടങ്ങളൊക്കെ ഒരു പരിധിവരെ നികത്തുവാൻ സാധിക്കും. സാമ്പത്തിക നേട്ടം അല്പസ്വല്പം വർദ്ധിക്കും. കീഴ് ജീവനക്കാരുമായി അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദര സഹായത്താൽ വീടൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും മനസ്സമാധാനവും വന്നു ചേരും. സന്താനങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. കളത്രവുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ എല്ലാം പറഞ്ഞു തീർക്കുന്നതിന് സാധിക്കും. യാത്രകൾ വേണ്ടിവരും. എല്ലാം ഗുണഫലത്തിൽ വന്നു ചേരുന്നതിന് രാശിനാഥയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, പൗർണമി വ്രതം എടുക്കുമ്പോൾ എല്ലാം ശുഭപര്യവസാനിയായി തീരുന്നതാണ്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തകർ എതിർപ്പുകൾ അല്പം നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ്. കുടുംബത്തിലും ജോലിസ്ഥലത്തും അല്പം കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആപത്തുകൾ വരാതിരിക്കുവാനും പ്രത്യേകം മുൻകരുതലുകൾ എടുക്കണം. ആരോഗ്യം മെച്ചപ്പെടും. വസ്തു വാങ്ങുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. ശത്രുക്കളുടെ ഭീഷണിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കുവാനുള്ള ആർജവം ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കപ്പെടുന്ന സമയമാണ്. കുടുംബത്തിൽ സുഖവും സ്വസ്ഥതയും സമാധാനവും ലഭിക്കും. സുഹൃത്തുക്കളുടെ സഹായം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. കർമ്മരംഗത്ത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിലും അല്പം ചെറിയ രീതിയിലുള്ള ഉദരരോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും ആരോഗ്യസ്ഥിതി പൊതുവെ മെച്ചമാണ്. ശത്രുക്കളുടെ ഭീഷണിയെ അതിജീവിക്കുവാനുള്ള ഒരു കരുത്ത് നേടും. ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ബന്ധുക്കളുമായുള്ള ശത്രുതയെല്ലാം മാറിക്കിട്ടും. പാഴ്ചെലവ് വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജ്വരം വരാതിരിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളിലും തടസ്സം മാറിക്കിട്ടുന്നതിന് അനിയന്ത്രിതമായ കോപത്തെ നിയന്ത്രണത്തിലാക്കണം. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ രാശിനാഥനായ ശ്രീരാമസ്വാമി ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടെ പ്രാർത്ഥിച്ച് പൗർണമി വ്രതമൊക്കെ എടുത്ത് എല്ലാം മംഗളമാക്കി തീർക്കുക. ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങൾ ഉന്നത വിജയം നേടും. വീട് വിട്ട് താമസിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. ഇത് രക്തസമ്മർദ്ദമുള്ളവർ ശ്രദ്ധിക്കുക. ടെൻഷനൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. മനോവിഷമം വരുവാണെങ്കിലും ഒന്ന് ആത്മനിയന്ത്രണം വരുത്തുക. സാമ്പത്തിക മാന്ദ്യമൊക്കെ പരിഹരിക്കപ്പെടും. ശത്രുക്കളെ നേരിട്ട് വിജയിക്കുവാനുള്ള ഒരു കരുത്ത് വന്നു ചേരും. രോഗമുക്തി ഉണ്ടാകും. ഏറ്റെടുക്കുന്ന കർമ്മങ്ങൾ വിജയിക്കും. ജോലിയിൽ ശുഷ്കാന്തി കാണിക്കും. കളത്രത്തിന് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. ജനരോഷം വർദ്ധിക്കുവാനുള്ള പൊതുപ്രവർത്തകർ ഒന്ന് ശ്രദ്ധിക്കണം. ജനരോഷം വർദ്ധിക്കുവാനുള്ള കാരണങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് സ്ഥാനമാനങ്ങൾ നഷ്ടമാകുന്ന ദിവസമാണ്. അവരവരുടെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നന്നായിരിക്കും. ബാങ്ക് ലോണൊക്കെ കിട്ടാനുള്ള സാധ്യത തെളിഞ്ഞു വരും. വ്യാപാരികൾക്ക് സർക്കാർ നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് കരുതിയിരിക്കുക. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുക. കുതന്ത്രങ്ങളാൽ സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കും. സന്താനങ്ങളിൽ നിന്നും സഹായം ലഭിക്കും. സ്വന്തം തീരുമാനങ്ങൾ നടപ്പാക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക. സാഹിത്യകാരന്മാർക്ക് അനുകൂല സമയമാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുവാൻ രാശിനാഥയായ ദുർഗാദേവിയോടൊപ്പം തന്നെ
ത്രിപുരസുന്ദരി ദേവിയെ കൂടി പ്രാർത്ഥിക്കുക, വരാഹി ദേവിക്ക് പൂജയൊക്കെ ചെയ്യുക, കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിൽ ഉത്സാഹം കാണിക്കും. ഗ്രഹത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഉണ്ടാകും. ഭാര്യയുടെ ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും. സന്താനങ്ങളുടെ ഇടപെടൽ അല്പം സമാധാനം നൽകും. ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കും. അറിഞ്ഞ് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. മാനസിക വ്യഥ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ടെൻഷനൊക്കെ നിയന്ത്രിച്ച് രക്തസമ്മർദ്ദമൊക്കെ കൂട്ടാതിരിക്കുക. വേണ്ട സമയത്ത് ഔഷധ സേവയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. വിശ്വസിച്ചിരുന്നവർ ചതിക്കുവാനുള്ള സാധ്യതയുണ്ട്, കരുതിയിരിക്കുക. മനപ്രയാസം പൂർണ്ണമായി ഒഴിവാക്കുവാൻ നമഃശിവായ ജപിക്കുന്നത് നന്നായിരിക്കും. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. മാനസികമായ പിരിമുറുക്കം കുറയും. സാമ്പത്തിക സഹായം ലഭിക്കും. മനസ്സിന് സന്തോഷം വരുന്ന കാര്യങ്ങൾ, നല്ല പാട്ട് കേൾക്കുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ടെൻഷൻ പൂർണ്ണമായി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യപരമായി എല്ലാവിധ ഐശ്വര്യവും വന്ന് ആരോഗ്യം മെച്ചപ്പെടുന്നതും അതുപോലെ കർമ്മരംഗത്തെ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനായി രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെയും വരാഹി അമ്മയൊക്കെ പ്രാർത്ഥിക്കുന്നത്, ത്രിശതി ജപിക്കുന്നതൊക്കെ സദ്ഗുണങ്ങൾ നൽകുന്നതാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിയമ നടപടികൾ നേരിടേണ്ടതായ അവസരം വരും. വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കുക. സാമ്പത്തിക നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഈശ്വര കാര്യങ്ങൾക്കായി യാത്ര ചെയ്യേണ്ടതായി വരും. അതിനുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. പൊതുപ്രവർത്തകരുടെ എതിർപ്പ് നേരിടും. അതുകൊണ്ട് പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി ചെയ്യുക. സർക്കാർ ജീവനക്കാർക്ക് ഉന്നതരുടെ സഹായം ലഭിക്കും. അതുകൊണ്ട് അവരുടെ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുക. ശത്രുശല്യം കുറയും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായം ലഭിക്കും. ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കും. കർമ്മരംഗത്ത് അപകട സാധ്യത ഉള്ളതുകൊണ്ട് ഏത് പ്രവർത്തനങ്ങളും വളരെ അടുക്കും ചിട്ടയുമായി ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ പരമാവധി അപകടങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് കർമ്മം തുടങ്ങുന്നത് വളരെ നന്നായിരിക്കും. ദുർഗാദേവിയുടെ അനുഗ്രഹത്തോടുകൂടി, മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി എല്ലാം ശുഭമായി പര്യവസാനിക്കുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗ കയറ്റം, പ്രശംസാപത്രമൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. സുഖവും സ്വസ്ഥതയും അനുഭവിക്കുവാൻ സാധിക്കും. സാമ്പത്തിക നേട്ടം ഒരു പരിധിവരെ അനുഭവത്തിൽ വന്നു ചേരും. നേത്രരോഗം വരുവാനുള്ള സാധ്യതയുണ്ട്. സമയാസമയത്ത് ഔഷധ സേവ ചെയ്യുന്നത്, കണ്ണിലൊക്കെ ഒന്ന് ക്ലീനായിട്ടൊക്കെ സൂക്ഷിച്ച് മരുന്നൊക്കെ ഒഴിക്കേണ്ട സമയത്ത് തന്നെ അത് ചെയ്യുന്നത്, കണ്ണടയൊക്കെ നന്നായി തുടച്ച് ഉപയോഗിക്കുന്നതൊക്കെ നന്നായിരിക്കും. ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നത് നന്നായിരിക്കും. ഔദ്യോഗിക രംഗത്ത് മറ്റുള്ള തൊഴിലാളികളുമായി അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ വാക്കുകൾ പരുഷമായി ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുക. എല്ലാ കാര്യത്തിലും ഒരു ആത്മസംയമനം പാലിക്കുന്നത് നന്നായിരിക്കും. ഉന്നതരുടെ സഹായ സഹകരണം എപ്പോഴും പ്രതീക്ഷിക്കാം. അതിനനുസരിച്ചിട്ട് പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുക. സന്താന യോഗവും സന്താനത്തെ കൊണ്ട് സന്തോഷം അനുഭവിക്കാനുമുള്ള യോഗം കാണുന്നു. ധനവരവ്, അപ്രതീക്ഷിത ധനഭാഗ്യം കാണുന്നു. ജീവിതശൈലിയിൽ നിയന്ത്രണം വരുത്തുന്നത് നന്നായിരിക്കും. സാമ്പത്തിക നഷ്ടം പരമാവധി വരാതിരിക്കുവാൻ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി ചെയ്യുന്നത് നന്നായിരിക്കും. സുഹൃത്തുക്കൾ ശത്രുക്കളാകാതിരിക്കാൻ ശ്രമിക്കുക. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത്, വരാഹിയമ്മയ്ക്ക് പൂജ ചെയ്യുന്നത്, കുടുംബ പരദേവതകളെ പ്രാർത്ഥിക്കുന്നതൊക്കെ എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തുന്നതിന് സഹായകമാകും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യതടസ്സം, കലഹ സാധ്യതയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടമുണ്ടാകും. കർമ്മ പുരോഗതി പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സുഖവും സ്വസ്ഥതയും ഒക്കെ വന്നു ചേരുമെങ്കിലും എല്ലാം ക്ഷണികമാണ്. ഒന്ന്
കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ധനവരവും സംരംഭങ്ങളിൽ വിജയവും പ്രതീക്ഷിക്കാം. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. ആഗ്രഹിക്കുന്ന വസ്തുക്കൾ സ്വന്തമാക്കാനാകും. ജോലിയിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ബന്ധുക്കൾക്ക് അപ്രതീക്ഷിത ആപത്ത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കും. ജലദോഷം, തലവേദന, ശിരോരോഗമൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കർക്കശ നിലപാടുകൾ എടുക്കും. കുടുംബത്തിലും ജോലിസ്ഥലത്തും എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിച്ച് കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസം സമ്പൂർണ്ണ ഐശ്വര്യം നിലനിർത്തുവാൻ സാധിക്കും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബസ്വത്ത് അധീനതയിലെത്തും. കൃഷിക്കാർക്ക് അല്പം വിളനാശം വരാൻ സാധ്യത കാണുന്നു. അപകട സാധ്യതയും വർദ്ധിക്കും. സാമ്പത്തിക ഭദ്രത വീണ്ടെടുക്കും. കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ വഞ്ചനയ്ക്കിടയാകരുത്. അത് ഓരോരുത്തരെയും അറിഞ്ഞ് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. വീട് വാങ്ങാൻ പോകുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. സന്താനങ്ങൾക്ക് വിജയ സാധ്യതയുണ്ട്. കർക്കശ നിലപാടുകൾ എടുക്കും. ഏത് കാര്യത്തിലും കർക്കശ നിലപാടുകൾ എടുക്കുന്നത് കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഗ്രഹത്തിൽ തന്നെ ഉണ്ടാകാം. എന്നിരുന്നാലും ഒന്നും കാര്യമായി എടുക്കരുത്. അവനവൻ്റെ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിലും ജോലിസ്ഥലത്തും കലഹവും മാനസിക പിരിമുറക്കവും ഒക്കെ വരുമ്പോഴും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, നമഃശിവായ ജപിക്കുന്നതൊക്കെ എല്ലാവിധ തടസ്സങ്ങളും ഒഴിവായി കിട്ടുന്നതിന് സഹായകമാകും. മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ മൃദു സമീപനം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. കായികാഭ്യാസികൾക്ക് നല്ല സമയമാണ്. സാമ്പത്തിക ഉയർച്ച തീർച്ചയായും ഉണ്ടാകും. അനാവശ്യ ചിന്തകളൊക്കെ ഉപേക്ഷിക്കുക. ശാരീരിക ക്ഷമത വീണ്ടെടുക്കുക. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉന്നത ഉദ്യോഗസ്ഥർക്ക് സർക്കാരിൽ നിന്നും വിശദീകരണം നേരിടേണ്ടതായി വരും. കീഴ് ജീവനക്കാരുമായി അഭിപ്രായ വ്യത്യാസം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അനുചിത ചിന്തകളാൽ മനസ്സ് കലുഷിതമാകാനുള്ള സാധ്യതയുണ്ട്. വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് മാനസിക സംഘർഷം വർദ്ധിക്കും. അതുവഴി രക്തസമ്മർദ്ദമൊക്കെ വർദ്ധിക്കുവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അവനവൻ തന്നെ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. സമയദോഷം മനസ്സിലാക്കിക്കൊണ്ട് രാശിനാഥനായ വിഷ്ണുമായ സ്വാമി, ചതൻ സ്വാമി, ആഞ്ജനേയ സ്വാമി, അതുപോലെ തന്നെ ധർമ്മശാസ്താവിനെയൊക്കെ പ്രാർത്ഥിക്കുകയും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എല്ലാവിധ ദോഷങ്ങളും മാറുന്നതിന് സഹായകമാകും. കഠിന പ്രയത്നത്താൽ കർമ്മരംഗം ശരിയാക്കാൻ ശ്രമിക്കും. സഹപ്രവർത്തകരുമായുള്ള കലഹങ്ങളെല്ലാം അല്പസ്വല്പം മാറിക്കിട്ടും. സാമ്പത്തിക ഉയർച്ച പ്രതീക്ഷിക്കാം. ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. കലാകാരന്മാർക്ക് തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനുള്ള അവസരം വന്നു ചേരും. അംഗീകാരങ്ങൾ അവരെ തേടിയെത്തും. വാക്ചാതുര്യത്താൽ ഉന്നതന്മാരെ വശത്താക്കാൻ കഴിയും. തൻ്റെ ഇടത്തോടുകൂടി സംസാരിക്കുവാനുള്ള ഒരു ആർജവം ഉണ്ടാകും. കാര്യങ്ങൾ ഒരു പരിധിവരെ ഉദ്ദേശിച്ച രീതിയിൽ അനുകൂലമാക്കി കൊണ്ടുപോകാൻ സാധിക്കും. രാശിനാഥനായ ചത്തൻ സ്വാമി പോലെയുള്ള 390 ചത്തൻ സ്വാമിമാരെയും അതുപോലെ തന്നെ ധർമ്മശാസ്താവിനെയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സംഗീതം, നൃത്തം എന്നിവ കൈകാര്യം ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. അംഗീകാരം, സ്ഥാനക്കയറ്റം, സാമ്പത്തിക അഭിവൃദ്ധി ഇവ പ്രതീക്ഷിക്കാം. ക്രൂരമായ വാക്കുകൾ പ്രയോഗിക്കുന്നതിലൂടെ ബന്ധുക്കൾ ശത്രുതയിലാകും. നാവിനെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. എല്ലാവരോടും മൃദു സമീപനം പാലിക്കുന്നത് വളരെ നന്നായിരിക്കും. സന്താനങ്ങളെ കൊണ്ട് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. ഇണയുമായി കലഹമുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആത്മസംയമനം നല്ലതുപോലെ പാലിക്കുക. ഉദരരോഗം വരാതിരിക്കാൻ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. അവിചാരിതമായ ആപത്തുകളൊക്കെ വരാതിരിക്കുവാനായി ഏത് കർമ്മരംഗത്തേക്ക് ഇറങ്ങുമ്പോഴും ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. വ്യാപാരികൾക്ക്
എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ദിവസമാണ്. ജ്യോതിഷികൾക്ക് അതുപോലെ തന്നെ പ്രവചനം നടത്തുന്നവർക്ക് ഒക്കെ പേരും പ്രശസ്തിയും വന്നു ചേരും. സംഭാഷണം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ സാധിക്കും. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കലാപ്രവർത്തകർക്ക് സർക്കാരിൽ നിന്ന് സഹായവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കാൻ രാശിനാഥനായ സ്വാമിമാരെ ആഞ്ജനേയ സ്വാമി, ധർമ്മശാസ്താവ്, വിഷ്ണുമായ സ്വാമി, മറ്റ് ചത്തൻ സ്വാമിമാരെയൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുന്നത്, ദുർഗാ സപ്തശതി പാരായണം ചെയ്യുന്നത്, ത്രിശതി പാരായണം ചെയ്യുന്നതൊക്കെ എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തുന്നതിന് സഹായകമാകും. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടം, സ്വജനങ്ങളുടെ ഐക്യം, എല്ലാ കാര്യങ്ങളിലും അവരുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ, അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കലൊക്കെ നന്മകൾ നൽകുന്നതാണ്. കലാപ്രവർത്തകരെ കൂടുതൽ അംഗീകരിക്കുവാനും അവർക്ക് പ്രോത്സാഹനം ലഭിക്കുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതാണ്. മറ്റുള്ളവരുടെ നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് തനിക്കും വന്നു ചേരും എന്നോർക്കണം. തൻ്റെ നേട്ടങ്ങൾ മറ്റുള്ളവരും നേടിയെടുക്കും എന്നുള്ളൊരു കരുതൽ ആവശ്യമാണ്. കലാകാരന്മാർക്ക് അനുകൂല സാഹചര്യങ്ങൾ വരുന്നത് പോലെ ലോഹപാത്ര കച്ചവടക്കാർക്കും ഒക്കെ നല്ല സമയമാണ്. സാമ്പത്തിക നേട്ടവും സഹായ സഹകരണങ്ങളും അധികാരികളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ശാരീരിക അധ്വാനം അല്പം കൂടി വരുന്ന സമയമാണ്. അന്യരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെട്ട് ശത്രുത സമ്പാദിക്കുവാൻ ശ്രമിക്കരുത്. കുറച്ച് ആത്മനിയന്ത്രണം എല്ലാ കാര്യങ്ങളിലും അനിവാര്യമാണ്. പൊതുപ്രവർത്തക പ്രസംഗങ്ങളിൽ അതിയായി ശോഭിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഈശ്വര ചിന്തയാൽ മനസമാധാനം വർദ്ധിക്കും. പ്രശ്നങ്ങളെ ധൈര്യമായി നേരിടുവാനുള്ള ഒരു കരുത്ത് ഉണ്ടാകും. ഉദ്യോഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മേലധികാരികളുമായി നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തോടൊപ്പം ദുർഗാദേവിയുടെയും കൂടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ത്രിശതി പാരായണം ചെയ്യുന്നത്, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത്, ദേവി മഹാത്മ്യത്തിലെ 5ഉം 11ഉം അധ്യായം പാരായണം ചെയ്യുമ്പോൾ, പൗർണമി വ്രതം എടുക്കുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും ഒരു നല്ല പൗർണമി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.